ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചെങ്ങന്നൂർ സരസമ്മേളനയുടെ ലാസ്റ്റ് ദിവസമാണ്. അപ്പോൾ ഞങ്ങളവിടെ പോയ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പോയവരൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പം നമുക്ക് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇവിടുന്ന് പോകുന്നപ്പോൾ വലിയ തിരക്കൊന്നുമായിട്ട് തോന്നിയില്ല. പക്ഷേ അകത്ത് കയറി കഴിഞ്ഞപ്പോഴായിരുന്നു ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ കടകളിലൊന്നും കയറാൻ നിൽക്കാൻ പോലും നമുക്ക് സ്ഥലമില്ല. അതുപോലെ തിരക്കായിരുന്നു. അതിനകത്ത് ഫുഡ് കോർട്ടിലൊക്കെ ആണെങ്കിൽ ഭയങ്കരം തള്ളെന്ന് വെച്ചാൽ ഭയങ്കരം തള്ളായിരുന്നു. ഞങ്ങൾ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേനും അവിടെ എത്തിയായിരുന്നു. പക്ഷേങ്കിൽ അധികമൊന്നും കാണാനോ നിൽക്കാനോ ഒന്നും പറ്റില്ല. അതുപോലത്തെ തിരക്ക് നമ്മുടെ കുടുംബശ്രീയുടെ അതായത് നമ്മുടെ പഞ്ചായത്ത് കടപ്പുറ പഞ്ചായത്തിൻ്റെ സ്റ്റാളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എൻ്റെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നോക്കാനാണ് പോയത്. പക്ഷേ അവിടോട്ടൊന്നും അടുക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ആളായിരുന്നു. അല്ല വിശേഷങ്ങളൊക്കെ കണ്ടു നോക്കണേ. സ്പെഷ്യൽ സ്കൂളിൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമസ്കാരം. താങ്ക് യു. ടോപ്പ് നല്ലതാണ്. ഇപ്പോൾ ഒരു ഫ്രീ ആയി, ഒരു രക്ഷയില്ല. ബാ ബാ ഇങ്ങനെ അങ്ങ് നടക്കാം. അവിടെ നിന്ന് അങ്ങോട്ട് കയറാം.
സമ്മാനം ബ്രദേഴ്സ് സ്കൂൾ ആലപ്പുഴ സ്പോൺസർ ചെയ്യുന്ന വാഷിംഗ് മെഷീൻ. 7ാം സമ്മാനം നയനം ഹോളിഡേയ്സ് സ്പോൺസർ ചെയ്യുന്ന സ്മാർട്ട് ഫോൺ. 8ാം സമ്മാനം പ്രോ ലയൻസ് അക്കാദമി സ്പോൺസർ ചെയ്യുന്ന ജ്യൂസർ മിക്സർ. 9ാം സമ്മാനം ലക്ഷ്മി നാരായണ ട്രേഡേഴ്സ് മുഹമ്മദ് സ്പോൺസർ ചെയ്യുന്ന സ്മാർട്ട് വാച്ച്. 10ാം സമ്മാനം സെന്റ് ജോസഫ് ഏജൻസീസ് സ്പോൺസർ ചെയ്യുന്ന ഇയർബഡ്സ്. ദേശീയ സരസ്മേള 2022 നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. മറ്റേ ഷിബുവിന്റെ അമ്മ എനിക്ക് തന്നത് അത് ലിബു മേടിച്ചോണ്ട് വന്നതല്ലേ. ഞങ്ങൾ അപ്പുറത്തെ പറമ്പുകാർ കൊണ്ട് അവിടെ ഉണ്ടായി ആണോ? അവർ വേറെ കണ്ടൊന്നും ജിൻസിയൊക്കെ വെച്ച് ഒന്നും ആയില്ലല്ലേ. രചനയുടെ 2-3 പൊട്ടി ഞങ്ങളുടെയായിരുന്നു. അങ്ങോട്ടൊക്കെ ഒന്ന് മേടിച്ചോളൂ. ലിബുവിനെ കൊണ്ട് മേടിച്ചതായിരുന്നു. അതെല്ലാം ഉണ്ടാകുന്നുണ്ട്. പിന്നെ അത് പിച്ചി കളഞ്ഞിട്ട് ഇപ്പൊ അടുത്ത കായ്ച്ചോ നമുക്ക് അറിയത്തില്ല. ഇത് എത്ര വർഷമായപ്പോഴാണ് കായ്ച്ചത്? 2 കൊല്ലമായിരുന്നു കായ്ച്ചോ? ₹2 കിലോ നാരങ്ങ 100 രൂപ, 2 കിലോ നാരങ്ങ 100 രൂപ, 2.5 കിലോ സവാള 100 രൂപയ്ക്ക്. പോരെ വണ്ടി എന്നിട്ട് അവൻ ഒന്നും നോക്കുന്നില്ല, വെച്ചടിച്ചങ്ങ് പോയി. പോലീസുകാരൻ അവിടെ നിൽക്കുന്നു അങ്ങോട്ട്. അവന്റെ പോക്ക് കാണുമായിരുന്നു. ഞാൻ വിചാരിച്ചു